ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എടാ, ഈ അങ്കനവാടി പിള്ളാരെ പേടിപ്പിക്കുന്ന പോലെ നീ എന്നെ അങ്ങോട്ട് ഭീഷണിപ്പെടുത്താനൊന്നും വരണ്ട കേട്ടോടാ. എന്ത് കണ്ടിട്ടാടാ നിന്റെ ഈ ഇളക്കം? കയ്യിൽ ഇത്തിരി തുട്ടുണ്ടെന്ന് കരുതിയിട്ടാ, അല്ലെങ്കിൽ രഘു നിന്റെ കൂടെ ഉണ്ടെന്ന് കരുതിയിട്ടാ? എടാ മോനെ, നിന്നേക്കാളും വലിയ കാർമേഘങ്ങള് ആകാശത്ത് വന്നിട്ടുണ്ട്. അതൊക്കെ ഒറ്റ പേരിന് ഒഴിഞ്ഞു മാറിയിട്ടുമുണ്ട്, മാനം തെളിഞ്ഞിട്ടുമുണ്ട്. എടാ, നീ കുറെ കാലമായല്ലോ മറ്റുള്ളവരെ അങ്ങ് കൊല്ലും എന്ന് പറഞ്ഞ് നീ അങ്ങോട്ട് ഭീഷണിപ്പെടുത്തുന്നു. എടാ, നീ ചാവണത് എങ്ങനെയാണെന്ന് നീ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാ? ഉണ്ടോടാ? എടാ, സാധുക്കളെ വരട്ടാൻ പോകുമ്പോഴേ എവിടെയോ ഒരു കത്തി നിനക്ക് വേണ്ടി ആരോ തേച്ച് മിനുക്കി വെച്ചിട്ടുണ്ടെന്ന് നീ ആലോചിക്കണം കേട്ടാ. അതൊരു ദിവസം നിന്റെ നെഞ്ചിലോട്ട് പാഞ്ഞു കേറുവടാ. പേടിച്ചു. മരുമകൻ അല്പം തളർന്നു പോയെങ്കിലും അമ്മാവൻ അങ്ങ് കത്തി കേറുവാണല്ലോ. അപ്പൊ ഹരി, ഞാൻ ഇറങ്ങട്ടെ. അവിടെ ഒരുത്തി തന്റെ പാട്ടൊക്കെ കേട്ട് തളർന്ന് ഇരിക്കുക. അവൾക്കും പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. അപ്പൊ ഞാൻ പോയിട്ട് വരാം. മാമ, നമുക്ക് കാണാവേ. ഇപ്പോഴൊക്കെ ജീവൻ ഒരാളെ കാണാന്ന് പറഞ്ഞ അത് കൊള്ളാവുന്ന വാക്കാ, പാലിക്കപ്പെടുന്ന വാക്ക്. പോട്ടാ പോടാ ചെക്ക. അപ്പടിയെല്ലാം ചൊല്ലക്കൂടാതെ. അവനെ അങ്ങ് വിട്ടുകളാ. അവനോട് സംസാരിച്ച് ജയിക്കാനോ വെല്ലുവിളിക്കാനോ ഒക്കെ എളുപ്പമാ. പക്ഷെ അവൻ അതെല്ലാം തീർക്കുന്നത് പാവം നിത്യയോടായിരിക്കും. ഇപ്പൊ ഞാൻ തോറ്റ് തല താഴ്ത്തിയെന്ന് വിചാരിച്ച് അവനങ്ങ് പൊയ്ക്കോളും. പിന്നെ തൽക്കാലം നിത്യ തന്ന വേദനക്കാളും വലുതല്ല അവൻ തരുന്നത്. നീ ഹരി, എന്നെ കൊണ്ട് പറ്റുന്നില്ല അമ്മാവ. ഈ ശരീരം മുഴുവൻ ഇരുമ്പ് പഴുപ്പിച്ച് പൊള്ളിക്കുന്നൊരു വേദന. എന്താ ഇത്? മോനെ, അയ്യേ, പോട്ടടാ. എടാ,